എല്ലാവർക്കും നമസ്കാരം. പുതിയ തലമുറയിലുള്ള ആൾക്കാർ ഞങ്ങളെപ്പോലുള്ളവരെ ആദരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞങ്ങളെ ആരും മറന്നില്ലല്ലോ. പിന്നെ ഞാനിവിടെ വരാൻ തന്നെ കാരണം എൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്ത കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണുക, അതൊരു പ്രധാനമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇവിടെ ഇരിക്കുന്നതാ ചന്ദ്രകുമാർ, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര സ്പീഡിലാണ് എല്ലാം, ഭയങ്കര ഓട്ടമാണ് എല്ലാം. ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ അവിടെ വന്നപ്പോൾ ജനാർദ്ദനെ കുറിച്ച് ആലോചിച്ചപ്പോഴും പണ്ട് ഉദയയുടെ ഒരു സിനിമയിൽ ഞാനും ഷീലാമ്മയും കൂടെ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഓടിക്കുക റോഡിൽ. എന്തിനാണെന്നറിയാം? ട്രൈപ്പ് ചെയ്യാൻ. അപ്പോൾ ഒരാളെ കിട്ടുമ്പോൾ മറ്റയാളെ കിട്ടത്തില്ല, കൊടുക്കും. രണ്ടുപേരെയും ഓടിച്ച് പുള്ളിക്കാരൻ അവശനായി. ഞങ്ങളൊരു ഓട്ടോറിക്ഷ കയറി പോവുകയും ചെയ്തു. അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ രണ്ടൊക്കെ കണ്ടപ്പം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ 68 മുതൽ 80 വരെ സിനിമയിൽ അഭിനയിച്ചുള്ളൂ. ഏകദേശം ഒരു 250 സിനിമ അഭിനയിച്ചു. അത്രയും സിനിമയൊക്കെ എങ്ങനെ അഭിനയിച്ചത് ഇപ്പോൾ ആലോചിക്കാൻ വയ്യ. ഒരു വർഷം 35 സിനിമ വരെ അഭിനയിച്ചു. പക്ഷേ അതിനുശേഷം പിന്നെ ഞാൻ 80 അഭിനയം നിർത്തി. ഒരു കോളിളക്കത്തോടു കൂടിയായിരുന്നു എൻ്റെ വിവാഹം. ഞാൻ അഭിനയിച്ച പടം ലാസ്റ്റ് അന്ന് അഭിനയം നിർത്തുന്ന പടവും കോളിളക്കമായിരുന്നു. പിന്നെ രണ്ടാമതൊരു 23 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു വിനോദയാത്രയിൽ കൂടെ. അപ്പം ഇപ്പോൾ ഉള്ള പുതിയ തലമുറയിലുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ ഈ സരയുവിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. വളരെ സന്തോഷം. ഏതായാലും മറന്നുപോയി പേര്. അജ്രാന പ്രൊഡക്ഷൻസിൻ്റെ അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇങ്ങനെ അനങ്ങായിരുന്ന മതിയോ? എന്തെങ്കിലും ഒന്ന് ചിരിക്കും നിങ്ങൾ. ഒരു വേദിയിൽ പോയപ്പോഴും ഇങ്ങനെ ഷീലാമ്മ ഇങ്ങനെ അനുകരിച്ചപ്പോൾ പിന്നിപ്പം ഞാനിപ്പോൾ എവിടെ പോയി ഞാൻ ആലോചിക്കും എന്തൊന്നും മിണ്ടാതിരിക്കുന്നത്, പറയാത്ത എന്താന്ന്. അത് ഞാൻ തന്നെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എവിടെ പോയാലും ഇങ്ങനെ ഷീലാമ്മ അനുകരിക്കുന്ന പറയുമ്പോൾ ഞാനിങ്ങനെ ഒരു പടത്തിൻ്റെ മനസ്സിനക്കര എന്നൊരു പടത്തിൻ്റെ അതിലൊരു സീന്, അതിൽ ജയറാം വന്നിട്ട് പിന്നെ ഷീലാമ്മയോട് പറയും, കൊച്ചിനെ ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഒരു പള്ളിയുടെ മുറ്റത്തെന്ന് ചോദിക്കുക, ഈ സ്ഥലം ഓർമ്മയുണ്ടോ? അപ്പൊ ഷീലാമ്മ പറയുന്നു, ഇത് ഞങ്ങളുടെ പള്ളിയാ. ഈ പള്ളിയിൽ വെച്ചാ എന്നെ മാമോദീസ മുക്കിയതും ഞാൻ ആദ്യ കുർബാന കൈക്കൊണ്ടതും ഇതാ ഈ പടിക്കെട്ടി വെച്ചാ മാത്തുക്കുട്ടിച്ചായൻ ആദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അത് ഞാനൊരിക്കല് സുരാജ് ഇങ്ങനെ അവതരിച്ച് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയതാ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുക. അപ്പൊ അതിങ്ങനെ ഞാനും പറഞ്ഞു നോക്കി. അതായത് പറയുന്നു ജ്ഞാനി ഒരു മതം നോക്കി. ജ്ഞാനി എന്തുവാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരുപാടുണക്കിന് ഞാനും കൂടി ഒരു യോഗം കൂടി അതിനെന്തുവാന്നൊരു തീരുമാനം